ഉത്തരം മുട്ടിയിട്ട് എടങ്ങേറായി വിയർത്ത് പിറ്റേ ദിവസം കൂടി നടക്കേണ്ടുന്ന സംവാദം പകുതി വെച്ച് നിർത്തി കട്ടെടുത്ത് നമ്മുടെ പണ്ഡിതന്മാരെ എറിഞ്ഞാട്ടി രക്ഷപ്പെട്ടൊക്കെയാണ് അന്ന് നമ്മുടെ എ പി മുല്യാര്. ഇപ്പൊ മൂല്യമാരിപ്പൊ അങ്ങനെ ഈ കൊട്ടപ്പുറത്തിന് അയവിറക്കുന്നുണ്ട്. ചുങ്കത്തറടുത്ത് നമ്മളൊരു പരിപാടി 2.5 പ്രസംഗം നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് മറുപടി പറയുന്ന ഒരു സഖാഫി വെല്ലുവിളിക്കുകയാണ്, കൊട്ടപ്പുറം പോലെയുള്ള കട്ടപ്പാടത്ത് വെച്ച് സംവാദം നടത്താൻ റെഡി ഉണ്ടോ? എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ആദർശത്തിൽ ഉത്തരം പറഞ്ഞ് ഞങ്ങൾക്ക് ഏതായാലും രക്ഷപ്പെടാൻ കഴിയില്ല, എന്നാ കട്ടെടുത്ത് വലിച്ചെറിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളെ തോൽപ്പിക്കാലോ. അതുപോലെ ഒരു ചേളാരി അടുത്തുള്ള ഒരു അഹ്സനി കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിലായിട്ടുള്ളൂ നമുക്ക് മറുപടി പറഞ്ഞപ്പോ അയാള് ഏകപക്ഷീയമായി അയാളുടെ സംഘാടകരോട് പറയാ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളൊരു മൈതാനം സംഘടിപ്പിക്കണം മുജാഹിദുകളായിട്ട് നമുക്കൊരു സംവാദം നടത്താൻ വേണ്ടി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നടത്തിയോടത്തോളം പഠിച്ചു. ഇപ്പൊ ഈ കൊട്ടപ്പുറം എന്ന് പറഞ്ഞാലും കോടമ്പുഴ എന്ന് പറഞ്ഞാലും നമ്മളെ ബാനറിലെ കൊടുത്തു, കൊട്ടപ്പുറം മുതൽ കോടമ്പുഴ വരെ രണ്ടിലും കോട്ടമുണ്ട് അല്ലെ. വേറൊരു കോട്ടം പറ്റിയതാണല്ലോ കൊണ്ടോട്ടിയിൽ ഇതിലേറെ അപ്പുറം ഒരു മുസ്ലിയാര് നദിവി മോലിയാര് വയറ്റുന്നോക്ക് പിടിച്ചുകാണ്ട് നിർത്തിവെച്ചു. പക്ഷെ അയാള് വയറ്റുന്നോക്ക് പിടിച്ചു എന്ന് പറഞ്ഞ് കാന്തപുരം മൂലിയാര് കച്ചറുണ്ടാക്കി നിർത്തിവെച്ചു. കോടമ്പുഴയെ നിർത്തിവെക്കാൻ സാധിച്ചില്ല. ആ പരിപാടി നടക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം മൂല്യമാരെ കൊണ്ട് നടക്കണ ഒരു മധ്യസ്ഥനുണ്ട്, അയാൾ നോക്കിയിരുന്നു. പക്ഷെ നാട്ടുകാരായ 2 മധ്യസ്ഥന്മാർ ശക്തമായ നിലപാട് എടുത്തതുകൊണ്ട് അത് നടത്താൻ തന്നെ അവർ നിർബന്ധിതരായി. നടത്തി കഴിഞ്ഞിട്ടുണ്ടായ അവസ്ഥകൾക്കറിയില്ലേ? മുജാഹിദുകളുമായി നടത്തിയ മുഴുവൻ സംവാദത്തിൽ സുന്നികൾ സാധാരണ തക്ബീർ ചൊല്ലി ആനയിച്ചു കൊണ്ടു നടക്കലാ മൂല്യന്മാരെ. കോടമ്പുഴ സംവാദത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. ഇതിൽ പരാജയം സംഭവിച്ച മുസ്ലിംമാര് ഇപ്പോ നമ്മളൊരു പരിപാടി വെച്ചാൽ ഉടൻ വെല്ലുവിളിയ തുടങ്ങിയാ വരും. ഇപ്പൊ ഞാനൊക്കെ എവിടെയെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും, ഒരു പകുതി ആയാൽ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കും. ആരെങ്കിലും ഉണ്ടാവും 2-3 SSFന്റെ ആൾക്കാര് ഓടിക്കിതച്ച് വരിക, സംവാദത്തിനുണ്ടോ. കഴിഞ്ഞ സംവാദത്തിൽ ഈ കൊട്ടപ്പുറം ഇവിടെ എന്നോടിപ്പോ ഞാൻ ചായ കുടിച്ചപ്പോ ഒരു ഹോട്ടലിൽ നിന്ന് മഗ്‌രിബിന്റെ ശേഷം ഒരു സഹോദരൻ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, കൊട്ടപ്പുറം സംവാദം നടന്ന സന്ദർഭത്തിൽ അയാൾ SSFന്റെ ഏരിയ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ന് പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത് കേൾക്കാൻ വന്നു. ഇപ്പൊ നമ്മളെ അബ്ദുൽ ഹമീദ് എന്നെ വിളിച്ചപ്പോ എന്റെ ഒരു ആമുഖം പറഞ്ഞു. സത്യത്തിൽ ഈ കൊട്ടപ്പുറം സംവാദം നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലൊക്കെ APLർക്ക് സിന്ദാബാദ് വെച്ച് കൊടുത്തപ്പെട്ട മനുഷ്യനെ ഞാനും. കണ്ണൂർ ജില്ലയിൽ ഓതിയപ്പോ അവിടെ ഒരു ഏരിയയുടെ SSFന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചത്. ആ സന്ദർഭത്തിലാണ് ഇവിടെ സംവാദം നടത്തിയത്. അള്ളാഹുവിന്റെ ഓരോ തീരുമാനം നോക്കൂ നിങ്ങൾ. അതുപോലെ ഈ കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ലേ, അന്ന് കൊട്ടപ്പുറം സംവാദത്തിൽ മൂല്യാര് കാട്ടിയ ഗുണ്ടായിസത്തിന് സിന്ദാബാദ് വിളിച്ച് ആവേശം കൊണ്ട് ചാടിക്കളിച്ച നമ്മൾക്ക് കാര്യങ്ങൾ തിരിഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് തന്നില്ലേ? തൗഹീദിലേക്ക്, കണിശമായ തൗഹീദിലേക്ക് അല്ലേ? ഇവിടെ ഇങ്ങനെ നമ്മൾ സംവാദം മുഖേനയും മുഖാമുഖത്തിലും ഗണ്ഡന മണ്ഡല പ്രസംഗങ്ങളിലും കൃത്യമായ തൗഹീദ് പറയുമ്പോൾ അതിനു മറുപടി പറയാൻ കഴിയാത്ത മുസ്ലിംമാര് ഇപ്പൊ കണ്ടുപിടിച്ച് നടക്കുന്ന ഒരു വിദ്യയാണ്. ചില പുസ്തകങ്ങളിൽ, അറബി പുസ്തകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ചില സംഭവങ്ങൾ, കഥകൾ എടുത്തു ധരിച്ചുകൊണ്ട് അത് പർവ്വതീകരിച്ച് ഖുർആനെതിരെ, ഖുർആൻ കൊണ്ട് തെളിവ് പറയുമ്പം അതിനെതിരെ കഥാപുസ്തകത്തിൽ നിന്ന് കഥ പറയുക. നോക്കൂ നിങ്ങൾ, ദയനീയമായൊരു സംഭവം ഇപ്പോ ഒരു മാസമല്ല ഗൾഫ് രാജ്യത്ത് സംഭവിച്ചു. ഏത് ഗൾഫ് രാജ്യത്ത്? മസ്കത്ത് വെച്ച് മുജാഹിദ് പക്ഷത്തുണ്ടായിരുന്ന നിർഭാഗ്യവശാൽ ജിന്നു വിഭാഗത്തിലേക്ക് പോയ ഒരു മുസ്ലിയാര് മൗലവിയാണ്, എന്നാൽ പോലും അയാൾ മുസ്ലിയാരാണ്, സുന്നി പണ്ഡിതനാണ്, സുന്നി അറബി കോളേജിൽ പഠിച്ച മുസ്ലിയാരാ, മൗലവിയാണ്, ജിന്നു വിഭാഗത്തിലെ. അവിടെ തന്നെ ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല, ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ എന്നു പറഞ്ഞ് സുന്നികളുമായുള്ള സംവാദത്തിനു ശേഷം അദ്ദേഹം സ്വന്തമായി ചില വിവരണങ്ങൾ നൽകിക്കൊണ്ട് പിന്നെ CD ഇറക്കി. പാവം, എന്താ സംഭവിച്ചത് എനിക്കറിയോ? അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചൊരു കാര്യം എന്താ അറിയോ?
അദ്ദേഹം ഖുർആൻ ഓതി തൗഹീദ് സ്ഥാപിച്ചപ്പോൾ മറുപടിയായിട്ട് സുന്നി പക്ഷത്തുള്ള ഒരു മുസ്ലിയാര്, ആ മുസ്ലിയാരെയാണ് നമ്മൾ കോടമ്പുഴന്ന് പാഠം പഠിപ്പിച്ചു വിട്ടത്. ബഹുമാനനായ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ മൗലവിയുടെ ആറ്റിക്കുറുക്കിയ പിടിച്ചൊതുക്കിയ ചോദ്യങ്ങൾക്ക് മുമ്പ് എടങ്ങാറായി പോയ, ഒരു സിന്ദാബാദും കിട്ടാതെ ഒരു തക്ബീറും ഇല്ലാതെ മ്ലാനവദനായി ഇറങ്ങിപ്പോയ ഒരു മുസ്ലിയാരുണ്ടല്ലോ, നേതാവ് മുസ്ലിയാർ. മുസ്ലിയാർ മുജാഹിദ് പണ്ഡിതൻ എന്ന് അവകാശപ്പെട്ടിരുന്ന മൗലവിയുടെ മുമ്പിൽ വിജയശ്രീലാളിതനായത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്? നമ്മൾ വാദപ്രതിവാദത്തിന് സംവാദത്തിന് അവിടെ ഇന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ കേൾക്കാറില്ലേ? ഇവിടെ പ്രകടിപ്പിക്കേണ്ട അവതരിപ്പിക്കേണ്ട തെളിവുകൾ പരിശുദ്ധ ഖുർആനായിരിക്കണം, പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹിയായ ഹദീസായിരിക്കണം, മൂന്നാമത് ഖിയാസായിരിക്കണം, മൂന്നാമത് ഇജ്മാഅ്, നാലാമത് ഖിയാസ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഈ ഇജ്മാഉം ഖിയാസും ഖുർആനും സുന്നത്തിലും ഒതുങ്ങിയതാണ്. അപ്പൊ മെയിനായിട്ട് ഖുർആന് സുന്നത്ത് ഇതായിരിക്കണം പ്രമാണങ്ങൾ, തെളിവ് എന്ന് പറഞ്ഞു ഒപ്പുവെക്കുന്ന മുസ്ലിയാന്മാർ ഖുർആനിൽ നിന്ന് അവർക്ക് തെളിവ് പറയാൻ കിട്ടില്ല. ആ കാര്യം ബോധ്യമാണ്, അവർക്കും ബോധ്യമാണ്, നാട്ടുകാർക്ക് എല്ലാവർക്കും ബോധ്യ. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാത്ത മറ്റുള്ളവരെ വിളിക്കാനും തേടാനും അവരുടെ പ്രാർത്ഥനയും ആരാധനയും കൊടുക്കാനും അള്ളാഹ് തെളിവ് പറയില്ലല്ലോ. ഇല്ല, സുന്നികൾ എന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളുടെ നിസ്കാരം, ഞങ്ങളുടെ ഇതര എല്ലാ ആരാധനകളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ തമ്പുരാനെ നിനക്കു മാത്രാണ് എന്ന് സുന്നികൾ പോലും സമ്മതിക്കാറുണ്ട്. അതാണ് ഇസ്ലാമിന്റെ തത്വം, മൗലിക സിദ്ധാന്തം. ഇതിനെതിരിൽ അള്ളാഹു ഖുർആനിലായത്ത് പറയില്ലല്ലോ. അപ്പൊ പിന്നെ മൗലിയമാർക്ക് ഖുർആനിൽ തെളിവ് കിട്ടില്ല. രണ്ടാമത് സ്വഹീഹായ ഹദീസ്. ഈ സ്വഹീഹായ ഹദീസിൽ നിന്ന് അള്ളാഹ് അല്ലാത്തവർക്ക് ആരാധനകൾ കൊടുക്കാൻ തെളിവ് കിട്ടുമോ? കിട്ടില്ല. ഇജ്മാഅ് ഖിയാസ് രണ്ടിൽ ഒതുങ്ങിയിട്ടാ വരുന്നത്. പിന്നെന്താ അവർക്കുള്ള രക്ഷ? അവർക്ക് പിന്നെ വാറോലകൾ നോക്കുക. ആ കൂട്ടത്തിൽ പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് മസ്കറ്റ് നടന്ന സംഭവത്തിൽ രണ്ടും ഒരു സൈസ് ഖുറാഫാത്തിന്റെ ആൾക്കാരാണ് നടത്തിയത് കേട്ടോ. ഒന്ന് പഴയ സുന്നി ഖുറാഫാത്തിന്റെ ആൾക്കാർ, രണ്ടാമത്തെ മറുഭാഗം പുതിയ ഖുറാഫാത്തിന്റെ ആൾക്കാർ. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതിലൊരു മുസ്ലിയാർ പിടിച്ചു നിന്നത് ഒരു 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 വ്യക്തിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന് ചില ഉസൂലുകളുണ്ട്, നിദാനശാസ്ത്രം. ഇമാം ഷാഫിക്ക് നിദാനശാസ്ത്രമുണ്ട്, ഉസൂലുണ്ട്. അത് സുന്നികൾക്കും ബാധകാണ്, നമുക്കും ബാധകാണ്, മുസ്ലിം ഉമ്മത്തിനൊക്കെ ബാധകാണ്. സത്യത്തിൽ ഈ ഉസൂലിൽ നിന്ന്, അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്താൽ എവൻ ഏത് വാറോല കൊണ്ടുവന്നാലും അതങ്ങോട്ട് വലിച്ചെറിയാൻ അയാൾ നിർബന്ധിതരാകും. ഇമാം ഷാഫി തന്റെ റിസാലയിൽ വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. നിർഭാഗ്യത്തിന് മൗലിയമാര് കൈകൊണ്ട് തൊടാത്തൊരു സാധനമാണ് ആ റിസാലാർന. ഇമാം ഷാഫിന്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ വലിയ വീമ്പ് പറയും. എന്നാൽ ഇമാം ഷാഫിയുടെ ഉസൂല് വിവരിക്കുന്ന അരിസാല കാര്യമായിട്ട് എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പള്ളി ദർസില് വിഷയമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ആ മേഖലയിൽ ഉസൂലിന്റെ വിഷയത്തിൽ ജമ്മുഅമീറിന ഷാബ് വേറൊരു പണ്ഡിതന്റെ കിതാബ. അങ്ങനെയാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ സാധാരണ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ അദ്ദേഹം. എങ്ങനെ? ആ ഒരു കാര്യത്തിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം എന്നുള്ളത്. ഇത് ഖുർആന്റെ നിയമമാണല്ലോ. നമ്മളെല്ലാവരും പറയും വമൻ തനാസ മിമ്മൻ ബഅദ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ഒരാൾ ഭിന്നിച്ചാൽ റദ്ദൽ അംറു ഇലാ ഖളാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ വിധിയിലേക്ക് ആ കാര്യങ്ങളെ മടക്കണം. ഇത് നോക്കൂ, ഒരു അസ്ലാണ്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് സുന്നിയും മുജാഹിദും ജിന്നും വേറെ ഏവൻ സംസാരിച്ചാലും ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ തർക്കമുണ്ട്. മരിച്ചവരെ വിളിക്കാൻ പാടുണ്ടോ? അവരോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അവർക്ക് നേർച്ച നടത്താൻ പറ്റുമോ? ഇത്തരം വിഷയത്തിൽ തർക്കം വന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. ഇനി ജിന്നുകളോട് പറയാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ തർക്കം വന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു ആ കാര്യത്തിന് അള്ളാഹുവിന്റെ വിധിയിലേക്ക് മടക്കണം. എന്ന് വെച്ചാൽ ഖുർആനിലേക്ക് മടക്കണം. ഫഇൻ ലം യകുൻ ഫീമാ തനാസഉ ഫീഹി ഖളാ, അള്ളാഹുവിന്റെ ഖുർആനിൽ ആ വിഷയത്തിൽ ഒരു വിധിയെ കണ്ടിട്ടില്ലെങ്കിൽ നസ്സം ഫീഹിമാ, ഇതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞു. സുമ്മ ഖളാ റസൂലി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖളായിലേക്ക് അഥവാ സുന്നത്തിലേക്ക്. ഇനി ഇത് രണ്ടിലും കണ്ടിട്ടില്ലെങ്കിലാണ് മൂന്നാമത്തെ കാര്യമായ ഖിയാസിലേക്ക് അദ്ദേഹം പോകാൻ പറഞ്ഞത്. അങ്ങനെ വിവരിച്ചിട്ട് അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞു. ഇതൊക്കെ വാട വായിക്കാൻ നമുക്ക് നേരല്ല, പ്രധാനപ്പെട്ടത് നിങ്ങൾ കേട്ടോളൂ.
ഖാല ശാഫിഈ ഇമാം ഷാഫി പറഞ്ഞു ഫീമാ വസഫ്തു മിൻ ഫർളില്ലാഹി അലന്നാസ് ഇത്തിബാഉ റസൂലില്ലാഹി ദലീലുൻ അലാ അന്ന സുന്നത റസൂലില്ലാഹി ഇന്നമാ ഖുബിലത് അനില്ലാഹ്. ഞാനിപ്പോ ഈ സുന്നത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരിച്ചിൽ നിന്നൊരു കാര്യം മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അത് അള്ളാഹുവിൽ നിന്നാണ് റസൂൽ സ്വീകരിക്കപ്പെട്ടത്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ചര്യകൾ കാണിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഒരാൾ പിൻപറ്റിയാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന്റെ ഗ്രന്ഥത്തെ തന്നെയാണ് അവൻ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മൊത്തത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളെ റസൂലുള്ളാഹി വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. ചേകന്നൂരികൾക്കൊക്കെ വായടപ്പൻ മറുപടിയാ ഇമാം ഷാഫി പറയുന്നത് കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു. ളുഹുർ പേര് വെച്ചിട്ടില്ല, ളുഹുർ 4 റക്അത്താന്ന് പറഞ്ഞിട്ടില്ല, അത് റസൂലുള്ളാഹി വിവരിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ളുഹുർ 4 നിസ്കരിച്ചാൽ തത്വത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ ഖുർആനെ തന്നെയാണ് അവൻ പിൻപറ്റുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ, വലാ നജിദു ഖബറൻ നമ്മൾ ഒരു വാർത്ത കണ്ടിട്ടില്ല അൽസമഹുല്ലാഹു ഖൽഖഹു നസ്സൻ ബയ്യിന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് നിർബന്ധമാക്കിയതായ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല. നസ്സൻ ബയ്യിനൻ വളരെ വ്യക്തമായ ഒരു കാര്യം. ഇല്ലാ കിതാബഹു സുന്നത്തുമ്മ സുന്നത്ത് നബി അള്ളാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തും ഇത് മാത്രാണ് മനുഷ്യന്മാരോട് പിൻപറ്റാൻ അള്ളാഹു കൽപ്പിച്ചത്. ഇതിനപ്പുറം വേറൊരു വാർത്ത എന്റെ അറിവിലില്ല. ഇന്ന ഖബർ നിങ്ങൾ പിൻപറ്റണം. നബി ഇമാമിന്റെ ഉസ്താദുമാര് പറഞ്ഞില്ലേ, ഈ വാദ ഇമാം ഷാഫിന്റെ ഉസൂലാണ് പഠിച്ച സക്കരിയ സലാഹി പോലത്തോടെ വാദങ്ങളൊക്കെ തോട്ടിന്റെ അപ്പുറത്തേക്കാണ് വലിച്ചെറിയേണ്ടി വരും. മുജാഹിദുകൾ പഠിക്കണത് ഉസൂല് പഠിക്കണം. എങ്ങനെ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തുമല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഖബർ പിൻപറ്റാൻ വേണ്ടി അള്ളാഹ് നിർബന്ധിതമാക്കിയ, അള്ളാഹു നിർബന്ധിച്ച് കൽപ്പിച്ച ഒരു വിവരം എന്റെ അറിവിലില്ല. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനെ വിളിച്ചു എന്ന് പറഞ്ഞ അഹ്മദ് ബിൻ ഹംബലിനെ പിൻപറ്റാൻ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ റസൂലും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇമാം നവവിന്റെ ഉസ്താദുമാര് അങ്ങനെ ചെയ്തില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ജിന്നിനെ വിളിച്ചൂടെ എന്ന് പറയാൻ പറ്റൂല. നബി ഇമാമിന്റെ ഉസ്താദുമാര് എന്തു ചെയ്തോ അതനുസരിച്ച് ഇസ്ലാമിനെ നിങ്ങൾ രൂപീകരിക്കണമെന്നോ അതിന്റെ നിയമവ്യവസ്ഥകൾ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്നോ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന ഇമാം ഷാഫി വിവരിച്ചിരുന്നത്. അതിനും മറ്റു തുല്യമായി ഒന്നുമില്ല. മിൻ ഖൗലി ഖൽഖിൻ മിൻ ഖൽഖില്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുള്ള ഒരു സൃഷ്ടിയുടെ വാക്കിനും തുല്യമാകൂല. ഒരു സൃഷ്ടിയുടെ വാക്കും സുന്നത്തിന് തുല്യമാകൂല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അഹ്മദ് ബിൻ ഹംബലിനെ പറയാൻ പറ്റൂല, ഷാഫി ഇമാം അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ മറ്റേ ഇമാം ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റൂല. ഇതാ ഇമാം ഷാഫി പഠിപ്പിച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, ഉസൂലിന് വഴിതെറ്റിപ്പോയി നമ്മളാൾക്കാര്. മറ്റേ ആൾക്കാർ മുമ്പേ വഴിതെറ്റിപ്പോയി. നമ്മളെ സുന്നി സഹോദരങ്ങൾ ഇമാം ഷാഫിയുടെ ഉസൂലിൽ നിന്ന് പിൻപറ്റിപ്പോയി. എന്നിട്ടോ മരിച്ചവരോട് തേടാൻ ഏതെങ്കിലും ഇമാമുമാരുടെ കള്ളവാദങ്ങൾ, ഇമാമുമാരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട കള്ളവാദങ്ങൾ സുന്നികൾക്ക്, അതുപോലെ ജിന്നുകളോട് വല്ലതും പറയാൻ നിർബന്ധമായ ഒരു അവസ്ഥയിലേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതോ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഇമാം നവവി അതൊന്നും പറ്റൂല എന്നാ ഇമാം ഷാഫി പറഞ്ഞത്. കണ്ടോ, ലാ ശിബ്ഹ ലഹാ മിൻ ഖൗലി ഖൽഖിൻ മിൻ ഖൽഖില്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു സൃഷ്ടിയുടെ വാക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് സമമാവുന്നതല്ല. ലം യജുദ് അൻ യൻസുഹാ ഇല്ലാ മിസ്ലുഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞാൽ അതുപോലെയുള്ള മറ്റൊരു ഹദീസ് കൊണ്ടേ അതിനെ ദുർബലപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഉണ്ടോ? എത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. വലാ മിസ്ലഹാ ഗൈറു സുന്നത്തി റസൂലില്ലാ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല താനും. വേറെ ആരുടെയെങ്കിലും വാക്ക് തുല്യമാകുമോ? അബൂബക്കർ സിദ്ദീഖിന്റെ വാക്ക് തുല്യമാകുമോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് പകരമായിട്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കാര്യം പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കിനെ നസ്ഖ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് പറ്റൂല. ഇനി ഉമർ ഇബ്നുൽ ഖത്താബും അലിയും അബൂ ഉസ്മാനും ഒക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തിനെതിരായിട്ട്. അത് തെളിവാക്കാൻ പറ്റുമോ? പറ്റില്ല. എത്ര കൃത്യത പറഞ്ഞ അദ്ദേഹം, لأن الله لم يجعل لآدمي بعده ما جعل له بل فرض على خلقه اتباعه
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് നൽകിയത് ഒരൊറ്റ മനുഷ്യനും നൽകിയിട്ടില്ല. ഇത് ഈ ഒരു മൗലിക വിശ്വാസം എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ, ഏതെങ്കിലും ഒരു വാറോല കള്ളക്കഥ കൊടുന്നാ ചോദിക്കുക, ഇത് ഖുർആനെതിരാണോ, അത് ഇന്ന ഇമാമിന്റെ ആണെങ്കിൽ വലിച്ചെറിയേണ്ടി വരും. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണോ, വലിച്ചെറിയേണ്ടി വരും. അവിടെ പിന്നെ വ്യക്തികളെ പർവ്വതീകരിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തിനെതിരെ ഇന്ന ഇമാം ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മളെ സുന്നി സഹോദരങ്ങൾ പറയുന്നുണ്ട്, നവവി ഇമാം ശിർക്കിനെ പ്രോത്സാഹിപ്പിച്ച മഹാനാണോ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഖബറിങ്ങ ചെല്ലുമ്പോ മുസ്തശ്ഫിഅൻ ബി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിനോട് ശുപാർശ തേടുന്നവനായിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഇമാം നവവി ശിർക്കിനെ പ്രോത്സാഹിപ്പിച്ച പണ്ഡിതനാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പം അതിന് ഖുർആനിലോ സുന്നത്തിനോ തെളിവുണ്ടെങ്കിൽ അത് മാത്രമേ പിടിക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ. ഇനി പുതിയ നമ്മളിൽ നിന്ന് വൈപിയച്ചു പോയ നമ്മുടെ സഹോദരങ്ങൾ പറയുക, അല്ല നിങ്ങൾ ജിന്നിനോട് പറയാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നവവി ഇമാമിന്റെ ഉസ്താദുമാർ ഇങ്ങനെ ചെയ്തല്ലോ. നവവി ഇമാമിന്റെ ഉസ്താദുമാര് ദീനിൽ ഹുജ്ജത്തല്ല, തെളിവല്ല അവരാരും. എത്ര വലിയ മഹാനാണെങ്കിലും ഏറ്റവും വലിയ മഹാൻ അള്ളാഹുവിന്റെ റസൂല്. അപ്പൊ ഇങ്ങനെയാണ് ഇത്ര ഈ ഉസൂലിൽ നിന്ന് വഴിമാറിപ്പോയിട്ട് ഇപ്പൊ മസ്കറ്റിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? മൗലവിക്ക് തെളിവ് പറയാൻ കഴിഞ്ഞില്ല മൗലവിയോട്. അവസാനം അയാൾ കൊണ്ടുവന്ന ഒരു തെളിവാണ് ഇമാം മുൻകദിർ, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ. അദ്ദേഹം റസൂലുള്ളാഹിനെ പിടിച്ച് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങളിൽ പോയിട്ട് ചുംബിച്ചു, റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തി. നിങ്ങൾ കേട്ടാവോ? കേട്ടോണ്ടി, ആ CD കിട്ടുകയാണെങ്കിൽ കേട്ടോളൂ, കേൾക്കേണ്ടതാണ്. നമുക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട്. എങ്ങനെയാ ഒരു മൗലവിനെ അവർ പ്രശ്നത്തിലാക്കിയത്? ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി കവിള് വെച്ചില്ലേ? ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയില്ലേ? ഇത് ചോദിച്ചപ്പോ ഇടങ്ങേറാകുക. ഏതുപോലെ നമുക്ക് വേറൊരു സംവാദത്തിലേക്ക് പോയി നോക്കാം. ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു സംവാദത്തില് ലൈൻ കാമ അലാ ഖബരി എന്ന് പറഞ്ഞൊരു ഭാഗം വായിച്ചപ്പോൾ ആകെ ഇടങ്ങേറുണ്ടായല്ലോ, അല്ലെ? എന്നതുപോലെ അപ്പൊ നമുക്ക് ഈ ഇത്തരം ചില അഥറുകൾ, കഥകൾ ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് വിവരിക്കൽ അത്യാവശ്യമാണ്. ഇത് മുജാഹിദുകൾ മനസ്സിലാക്കിയേക്കണം. ഖുറാഫാത്തിന്റെ ആൾക്കാർ പുതിയതായാലും പഴയതായാലും വരുമ്പോൾ വ്യക്തമായി മറുപടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന വേണം. അതും ജിഹാദിന്റെ ഒരു ഭാഗമാണ്. ആദ്യം മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിനെ പറ്റി ഞാൻ ചെറിയൊരു വേണം നൽകാം. ഹിജ്റ 30 ജനിച്ച മഹാൻ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി 20 കൊല്ലം കഴിഞ്ഞ പാടെ ജനിച്ച മഹാൻ. ഇമാം ബുഖാരി അടക്കം പലരും അദ്ദേഹത്തിന്റെ ഹദീസുകളെ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം, ബുഖാരി, അബൂദാവൂദ്, തുർമുദി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിലോ ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ ആയിഷ ബീവിയിൽ നിന്ന്, അബീ ഹുറൈറയിൽ നിന്ന്, ഇബ്നു ഉമറിൽ നിന്ന്, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഉമൈമ ബിൻത് റഖീഖ, റബീഅ ബിൻത് ഉബാദ്, അനസ് ഇബ്നു മാലിക്, അബീ ഉമാമ ബിൻ സഹൽ, മസ്ഊദ് ഇബ്നു ഹക്കം, സഈദ് ഇബ്നു മുസയ്യബ്, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട സഹാബത്തിൽ നിന്നൊക്കെ ഹദീസ് ഉദ്ധരിച്ചൊരു മഹാനാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക പേര് ലോക മുസ്ലിം നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിന്. എന്താ പേര് കൊടുത്ത് നിങ്ങൾക്കറിയോ? അൽ ആലിമുൽ ബക്കാ, കരയുന്ന, ശക്തമായി കരയുന്ന പണ്ഡിതൻ, അങ്ങേ അറ്റം കരയുന്ന പണ്ഡിതൻ. അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിന്റെ ഖുർആൻ ഓർത്ത് അങ്ങേയറ്റം പൊട്ടിക്കരയുന്നൊരു മഹാനായിരുന്നു അദ്ദേഹം. 200-ൽ അധികം അദ്ദേഹത്തിന്റെ ഹദീസുകൾ, വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരിക്കൽ അദ്ദേഹം നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഇടയിൽ തുടങ്ങി മഹാൻ കരച്ചില്, അങ്ങേ അറ്റം വിഷമത്തോടു കൂടി കരയുന്നെ. വീട്ടുകാർക്ക് വല്ലാത്ത ഇടങ്ങാറായി. അവര് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹദീസ് പണ്ഡിതനായ മഹാനായ അബൂ ഹസമിന്റെ അടുത്തേക്ക് ആളെ വിട്ടു. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ കരച്ചിൽ എന്നെ നിസ്കാരത്തിൽ നിർത്തുന്നില്ല. അബൂ ഹാസിം വന്നു, നിസ്കാരം നിർത്തി. ഫഖാലമല്ലദീ അബ്കാക്, എന്തേ കരയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, മറത്ത് ബി ആയ, എന്നിൽ ഒരു ആയത്ത് നടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആയത്തോതി. അപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത്. ഒമാഹിയ, ഏതാണ് ആയത്ത്?
ആ ആയത്ത് അദ്ദേഹം വിശദീകരിച്ചു. വലോ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമിഅ വമിത്ലഹു മഅലഹും സൂഅദ യൗമൽ ഖിയാമ വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. സൂറത്ത് സുമറിലെ 47-ാമത്തെ ആയത്ത്. ഇതാണ് ഓതിയപ്പോൾ സുമറിലെ 47-ാമത്തെ ആയത്ത് ഓതിയപ്പോഴാണ് അദ്ദേഹത്തിന് കരച്ചിൽ സഹിക്കവയ്യ, നിർത്താൻ കഴിയാതെ കരച്ചിൽ തുടങ്ങി. ഈ സംഭവം അബൂ ഹാസമിനോട് പറഞ്ഞപ്പോ അദ്ദേഹം കരച്ചിൽ തുടങ്ങി. പിന്നെ രണ്ടുപേരും ശക്തമായി കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണുന്നു. ഇനിയിപ്പോ കൂട്ടത്തിൽ നമ്മൾ നോക്കുക, നമ്മളും കരയേണ്ടൊക്കെ ആയത്ത് അതിന്റെ ആശയമൊക്കെ ശരിക്കും മനസ്സിൽ കണ്ട് ഇറങ്ങിയാല് അക്രമികളായ ആൾക്കാർക്ക് ഭൂമിയിലും അതിലുള്ളത് അതുപോലെ അത്രയൂടി ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ അടുത്ത് ആ കഠിന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരതൊക്കെ ദാനം നൽകുമായിരുന്നു. ദണ്ഡം നൽകുക എന്ന് പറയും, പകരമായി നൽകുമായിരുന്നു. പരലോകത്ത് ചെല്ലുമ്പോഴേ അവിടുത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ ഭൂമി നിറയെ അത്രയും സ്ഥിതിയെ മുഴുവൻ കൊണ്ടൻ രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതിനു പുറമെ അവർ വിചാരിക്കാത്ത, കണക്കുകൂട്ടാത്ത പലതും അള്ളാഹുവിൽ നിന്ന് അവിടെ വ്യക്തമാകും. അവര് വിഭാവനം ചെയ്യാത്ത, അവർ മനസ്സിൽ കാണാത്ത പലതും അള്ളാഹുവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. ഇതുകൊണ്ട് ഓർത്തപ്പോഴാണ് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിറിന് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പലപ്പോഴും ഖുർആൻ ഓതി വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വല്ലാതെ കരയുന്ന ആലിമ് എന്ന ലോക മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് പേര് വെച്ചത്. ഞാൻ എന്തിനാ മുഹമ്മദ് ബിനുൽ മുൻകദിറിനെ ഇത്രമാത്രം വിശേഷിപ്പിച്ചത്? ഇനി ഇത്രമാത്രം ഖുർആനുമായി അലിഞ്ഞു ചേർന്ന സഹാബത്തിനെ കണ്ട അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ച ഇങ്ങനെ പഠിച്ചൊരു മഹാന്റെ പേരിൽ നടത്തപ്പെടുന്ന കഥ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത്ര ഞാൻ പരത്തി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ പിന്നെ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയാണ്, ഹദ്ദസനി ഇസ്മായിൽ ഇബ്നു യാഖൂബ് അത്തൈമി. ഇയാളാണ് പറയുന്നത്, കാന മുഹമ്മദ് ബിനുൽ മുൻകദിർ യജ്ലിസു മഅ അസ്ഹാബിഹി, തന്റെ ആൾക്കാരോടുകൂടെ അദ്ദേഹം ഇരിക്കും. ഫകാന യുസീബുഹു സുമാത്തുൻ, അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാവും. ആൾക്കാരെ കൂടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് മൗനിയാവും, മിണ്ടാൻ സാധിക്കാത്ത സമയം വരും. ഫകാന യഖൂമു കമാ ഹുവ, ആ കോലത്തിൽ അദ്ദേഹം എഴുന്നേൽക്കും. ഹത്താ യഖദ്ദഹു അലാ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരെ മിണ്ടാൻ വയ്യാത്ത കോലത്തിൽ എഴുന്നേറ്റ് പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ പോയിട്ട് കവിൾ അങ്ങോട്ട് വെച്ചു കൊടുക്കും. സുമ്മ യർജു, പിന്നെ മടങ്ങിപ്പോരും. അപ്പോഴൊക്കെ ശരിയാവും അർത്ഥം. ഈ ചെയ്യുന്ന പണിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കപ്പെട്ടു, പലരും കുറ്റം പറഞ്ഞു. ഫഖാൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യുസീബുനി ഖത്ര, എനിക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്, പല കാര്യങ്ങളും. ഫഇദാ വജദ്തു ദാലിക ഇസ്തഗഫ്തു ബിഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഇടങ്ങേറും വിഷമവും പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കൊണ്ട് ഇസ്തിഗാസ നടത്തലുണ്ട്. എന്നിട്ട് അദ്ദേഹം ഫജ്റിന്റെ ടൈമിൽ, അത്തായ ടൈമിൽ പോയിട്ട് പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോയിരിക്കും. എന്താ? അവിടെ വെച്ച് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ അദ്ദേഹം കാണാറുണ്ടായിരുന്നു. ഇതാണ് ഈ സംഭവത്തിൽ പറയുന്നത്. ഇത് ഉദ്ധരിക്കപ്പെട്ട കിതാബ് താരിഖ് ദിമശ്ക് ഇബ്നു അസാക്കിറിന്റെ. ഈ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തൗഹീദ് പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുന്ന, അതിനു വേണ്ടി വാദിക്കേണ്ട ചില ആലിമിങ്ങളെ സുന്നി മൂല്യന്മാർ ഉത്തരം മുട്ടിക്കുന്നെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥയും ഇതിന്റെ സിഹത്ത്, ഇതിന്റെ ബാത്തില്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഈ കഥ ഉദ്ധരിച്ച് താരിഖ് ദിമശ്കില് ഇബ്നു അസാക്കിർ. ഇനി ആരാ ഈ കഥ പറയുന്നത്? മുഹമ്മദ് ബിനുൽ മുൻകദിർ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ആരാ പറയുന്നത്? ഇസ്മായിൽ ഇബ്നു യാഖൂബ് അത്തൈമി. ആദ്യത്തെ ഉസൂലിന്റെ വിഷയം ഞാൻ പറഞ്ഞു, ഇവിടേക്ക് കണക്കാക്കുക നമ്മൾ. അള്ളാഹു ഖുർആനിൽ റസൂലുള്ളാഹിനെ വിളിച്ചു തൊഴാൻ പറ്റൂ പറഞ്ഞ് റസൂലോട് ഇടാൻ ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ഇടുള്ളൂ, അവരോട് കൂട്ടൂല. ഇത് പറഞ്ഞു കൊടുക്കുന്ന നബിയെന്ന ആ ആയത്ത് ഖുർആനിലില്ലേ?
ഇല്ലേ? ആ ആയത്ത് ഇന്നും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾക്ക് മാത്രമല്ല ആയത്തുള്ള സുന്നികൾ ഓതുന്നുണ്ട്. എന്താ ഓതണത്? നബിയെ പറഞ്ഞു കൊടുക്ക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, വേറെ ആരോടും ഞാൻ തേടുകയില്ല. ഇത് പറഞ്ഞു കൊടുക്ക നബി എന്നാ. അതിനർത്ഥം എന്താ? നബി തേടുന്നത് അള്ളാഹുവിനോട്. നബിന്റെ മുമ്പുള്ള അമ്പിയാക്കന്മാർ തേടിയത് അള്ളാഹുവിനോട്, സഹാബത്ത് തേടിയത് അള്ളാഹുവിനോട്. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമായ ഖുർആൻ നബിനോട് തന്നെ പറയേണ്ട, അള്ളാഹിനോടെ തേടേണ്ടിയുള്ളൂ. അതിനെതിരിൽ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന് പറഞ്ഞ പണ്ഡിതൻ ചെയ്തു എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമായാൽ പോലും ഇത് ഹുജ്ജത്താകൂല. കാരണം ഖുർആന് വിരുദ്ധാണ്. അതാ ഇമാം ഷാഫി പറഞ്ഞത്, ആർക്കെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നത വന്നാൽ കാര്യം അള്ളാഹുവിന്റെ വിധിയിലേക്കാണ് മടക്കണം. അതിന് നമ്മുടെ സുന്നി പണ്ഡിതന്മാർ തയ്യാറാവുക തന്നെ വേണം. നമുക്ക് ചോദിക്കാനുള്ളതാ, കൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കഴിഞ്ഞു പോയ അല്ല, നമുക്ക് നേതൃത്വം നൽകിയ ഇവിടെ സദസ്സിൽ വന്ന പണ്ഡിതന്മാർ ഈ ആശയം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതിന്റെ ഇടയിൽ വന്ന നമ്മുടെ നേതാക്കന്മാർ സമൂഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെ പോലൊക്കെ സാധാ പ്രവർത്തകരും തന്നെ സുന്നിയോട് പറയണത്. നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ എന്റെ വാക്കുകൾ കേൾക്കുന്ന മുതഅല്ലിമീങ്ങളോടും മുഅല്ലിമീങ്ങളോടും മുദരിസുമാരോടും പറയാനുള്ളത് ഇമാം ഷാഫി പറഞ്ഞതുപോലെ അല്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ ഭിന്നതയുള്ള വിഷയമുണ്ടെങ്കിൽ അത് റദ്ദൽ അംറു ഇലാ ഖളാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ വിധിയിലേക്ക് ആ കാര്യത്തെ മടക്കണം. അപ്പൊ മരിച്ചവരോട് തേടാൻ പറ്റും പറ്റൂല, ഇതാണല്ലോ മുജാഹിദും സുന്നിയും തർക്കമുള്ളത്. ആ തർക്കം തീർക്കാൻ വേണ്ടി ഇമാം ഷാഫി പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടക്കുക. അള്ളാഹുവിന്റെ കിതാബിൽ 6000 ചില്ലറ ആയത്ത് തല കുത്തി മറിഞ്ഞു നോക്കിയാലും റസൂലുള്ളാഹിനോടോ ബദ്രീങ്ങളോടോ മമ്പർത്തെ തങ്ങൾ ബാപ്പാനോടോ ഇങ്ങനത്തെ മരിച്ചുപോയ ഒരാളോടും തേടാൻ പറ്റൂല. തേടാൻ പറ്റുമെന്ന് തെളിവിട്ടൂല, പറ്റൂല എന്നുള്ള ആയത്ത് ധാരാളം ഉണ്ട് താൻ. അപ്പൊ അവിടെ നമുക്ക് തീരുമാനമായിക്കൂടെ? എന്നിട്ട് മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിന്റെ ഈ കഥ സത്യമായാൽ പോലും ഇത് ഹുജ്ജത്താക്കാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞതിനെതിരെ മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂല് 23 കൊല്ലക്കാലം ജീവിച്ചു തന്ന ആ ചര്യക്ക് പകരമായി മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ നമുക്ക് തെളിവായി പറയാൻ പറ്റുമോ? ലോകത്ത് വന്ന 1.25 ലക്ഷം അമ്പിയാക്കന്മാർ അവര് പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായി മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്ന് പഠിച്ചു എന്ന് തെളിഞ്ഞാൽ പോലും അത് ഹുജ്ജത്താകില്ല. ഇമാം ഷാഫി തന്നെ ആ കാര്യം പറഞ്ഞു, അല്ലെ? ഇനി ഈ കഥന്റെ നിജസ്ഥിതി പറയാം. ആരാ ഇസ്മായിൽ ഇബ്നു യാഖൂബ് ബുഹാത്ത് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിഷയത്തിൽ മഹാപണ്ഡിതന. അദ്ദേഹം പറഞ്ഞു, സമഅതു അബി യഖൂൽ, എന്റെ വാപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഇസ്മായിൽ ഇബ്നു യാഖൂബ് തേമി, അതായത് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കഥ ലോകത്തോട് ആദ്യം പറഞ്ഞ ഇസ്മായിൽ യാഖൂബ് തൈമി അദ്ദേഹം ദുർബലനാണ്. ഈ വിഷയം എവിടെ കിട്ടും? അൽ ജുർഹ് വത്തഅദീൽ, അബൂ ഹാത്തിമിന്റെ അൽ ജുർഹ്, കിതാബുൽ ജുർഹ് വത്തഅദീൽ, ജർഹ് വത്തഅദീൽ എന്ന കിതാബിൽ 2ാം ഭാഗം 204 നോക്കിയാൽ അറിയും. അവിടെ പറഞ്ഞു. അപ്പോ ദുർബലനായ ഒരാൾ ഉദ്ധരിച്ച ഒരു കള്ളക്കഥ. ഇനി ഇമാം ദഹബി അദ്ദേഹത്തെ വിമർശിച്ചു. എവിടെ? അൽ മുഗ്നി ഫിൽ ദുഅഫാ, ഇമാം ദഹബിന്റെ കിതാബാണ്. ഇമാം ദഹബി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഉസൂൽ ഹദീസിന്റെ വിഷയമാണ്. ഹദീസിന്റെ വിഷയത്തിൽ ഇമാം ദഹബിന്റെ വാക്കിലൊക്കെ ഭയങ്കര നിലവിലുള്ള. അപ്പൊ ഇമാം ദഹബി വിമർശിച്ച ഒരാളാണ് ഇസ്മായിൽ. അയാളാണ് പറയുന്നത് എന്ത്? മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ ഉസ്താദുമാര്, മൗലിയമാര്, അഹ്സനിമാര്, സഖാഫിമാര് അവർക്ക് ഖുർആൻ അല്ല തെളിവ്, ഹദീസ് അല്ല തെളിവ്, ഇത്തരം കള്ളക്കഥകളാണ്. എന്തുകൊണ്ടാ സാധുക്കൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്? എന്തുകൊണ്ടാ? അമ്പിയാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിച്ചു, അല്ലേ? സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിച്ചു. അപ്പൊ അവർക്ക് തെളിവില്ല. അല്ലെങ്കിൽ തന്നെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞല്ലേ, അള്ളാഹ് അല്ലാത്തവർക്ക് ആരാധിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവർ ലാ ബുർഹാന ലഹു, അവന് തെളിവ് കിട്ടൂല. ഒരു സഖാഫിയും ഒരു അഹ്സനിയും ജീവിതകാലം മുഴുവൻ തല കുത്തി മറിഞ്ഞ് കിതാബ് മുഴുവൻ അരിച്ചു പൊറുക്കിയാൽ പോലും
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു ലാ ബുർഹാന ലഹു, അവനൊരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കില്ല. ആ തെളിവ് കൊണ്ടുവരാൻ കഴിയാത്തത് ബഹുമാനായ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മൗലവി വളരെ ദയനീയമായി തലകുത്തി മറിഞ്ഞു വീണ് നിൽക്കക്കള്ളിയില്ലാതെ പാവപ്പെട്ട പണ്ഡിതന്മാർക്കെതിരിൽ കസാര ഉയർത്താനും കട്ട വലിച്ചെറിയാനും പ്രേരിപ്പിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ദീനിനെതിരെ ശബ്ദിച്ചപ്പോൾ എത്ര വലിയ ഉസ്താദായാലും അയാൾക്ക് ലാ ബുർഹാന ലഹു, തെളിവ് കിട്ടൂല. ലാസ്റ്റ് നമ്മൾ കണ്ടു സാധുക്കളായ ഈ ഉള്ളവരുടെ ബഹുമാനനായ അലി മദനി, ബഹുമാനനായ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, കൂട്ടത്തിൽ നമ്മുടെ മറ്റു പണ്ഡിതന്മാരുണ്ട്. അവരുടെ കേവലം ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അഹ്സനിന്റെ സീഡിയിൽ കണ്ടിരങ്ങൾ അഹ്സന്റെ മോറായത്, അല്ലെങ്കിൽ തന്നെ എന്റെ മാർക്ക് കറുത്തൊരു മനുഷ്യനായാളും കറുപ്പുമേ കറുപ്പായത് കണ്ടില്ല നിങ്ങൾ? അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിന്റെ ഒറ്റ വർത്താനത്തിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ കഴിയൂല. ഈ സാധുക്കൾക്കൊന്നും പിടിച്ചിരിക്കാൻ കഴിയില്ല. ഓതാത്തതുകൊണ്ടല്ലോ. ഇനിയിപ്പോ ഇത് പറഞ്ഞ ഒരു പണി, മൂല്യന്മാര് നല്ല ഓതികണ്. ആ കോടമ്പോ നമ്മളിത് വിശദീകരിച്ചതിന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, വിഷയം തുടങ്ങിയപ്പോ പറഞ്ഞു, ഓർമ്മ ഉണ്ടാവും. പക്ഷെ തിരുവാടിന്റെ കോല എങ്ങനെയാണ് കാരണം അവിടെ മൂല്യമാരോട് വിളിച്ചു, മൂല്യന്മാര് കട്ട് ചെയ്തു. എന്നിട്ട് എന്റെ നാടിന്റെ അടുത്ത് വന്നാണ് ക്ലിപ്പിടുക. കണ്ടോ, മൗലവി എന്നെ പറഞ്ഞു മൂല്യന്മാര് നല്ലോണം കിതാബ് ഓതിയവരാണ്, നല്ലോണം തിരിയുന്നവരാണ്. അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് തിരിഞ്ഞതിന്റെ കോല എങ്ങനെയാണ്. അവിടെ ദക്കറിന്റെ മസല ഞാൻ പറഞ്ഞ ഓർമ്മല്ലേ? അതാണ് കട്ട് ചെയ്തു. ഇനിയിപ്പോ ഇതും അങ്ങനെ ചെയ്യണ്ട, മൂല്യന്മാര് ഓതിയോല തന്നെയാണ്, നമുക്ക് അത് പറഞ്ഞതിന് മടിയൊന്നുമില്ല. പക്ഷെ നല്ലോ മോഷ്ടിക്കും കിതാബില്. അതല്ലെങ്കിൽ പൂഴ്ത്തി വെക്കും. ഇനിയിപ്പൊ ഈ രണ്ട് പറഞ്ഞതിനെ മോഷ്ടിക്കും കേട്ടോ. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് വാക്ക് മോഷ്ടിക്കും. എന്നിട്ട് മൂല്യന്മാരല്ലോ കിതാബ് ഓതി അത് മാത്രം കട്ട് ചെയ്യും. മോഷണം എല്ലായിടത്തും. ക്ലിപ്പിൽ മോഷ്ടിക്കണതിന് ഇപ്പൊ എന്താ? ഖുർആൻ മോഷ്ടിക്കുന്നവർക്ക്, ഹദീസ് മോഷ്ടിക്കുന്നവർക്ക്, ആയത്തിന്റെ വിശദീകരണം ഇമാം റാസി, പിന്നെ അതേ തഫ്സീർ ജലാനി എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ സലാം സ്വലമി വിശദീകരിച്ചില്ലേ? അത് മുഴുവൻ മോഷ്ടിച്ചില്ലേ, പൂഴ്ത്തി വെച്ചില്ലേ? അതാണ് ഇതിന്റെ അർത്ഥം. ഇനി ഈ ആളെ സംബന്ധിച്ച് ഈ കള്ളക്കഥ, ഏതു കള്ളക്കഥ? മുഹമ്മദ് ബിൻ മുൻകദിറിനെ പറ്റി പറഞ്ഞ് വിജയിച്ചു എന്ന് അഭിമാനിക്കുന്നവരുടെ അറിവിലേക്കായിട്ട്, അതല്ലെങ്കിൽ അവരുടെ വിഭാഗത്തിന്റെ ആൾക്കാരുടെ അറിവിലായിട്ട് ഒന്നുകൂടി പറയാം. അദ്ദേഹം ദുർബലനാണ് എന്ന് ഇന്ന പണ്ഡിതൻ പറഞ്ഞു. ഒലഹു ഹികായത്തും മുൻകിറത്തുൻ സാഖഹൽ ഖതീബ്. ഇതുപോലത്തെ കുറെ മഹാമോശം കള്ളക്കഥ അദ്ദേഹത്തിന് പറഞ്ഞ പണിയാണ്. അങ്ങനത്തെ ഒരാൾ പറഞ്ഞ കള്ളക്കഥയാണ്. അതന്നെ മുഹമ്മദ് ബിൻ മുൻകദിറിനെ പോലെയുള്ള മഹാന്മാരിൽ നിന്ന് ഇത്തരം തോന്നിയാസം ഉണ്ടാവാൻ പാടില്ല. കാരണം ഖുർആൻ പഠിച്ചത് മനസ്സിലേക്ക് ഇറങ്ങിയിട്ട് നിസ്കാരത്തിന്റെ ഇടക്ക് കരയുന്ന മനുഷ്യൻ പണ്ഡിതൻ, സഹാബത്തിൽ നിന്ന് ഹദീസ് അയാളിലെ ആൽപ്യ മുടിക്കച്ചവടം ചെയ്യണമെന്നുള്ള പൂതില്ല. മുടിക്കച്ചവടം മാത്രം മുതൽ മുടക്കായി കണ്ടുകൊണ്ട് കോടികളുടെ നോളേജ് സിറ്റി ഉണ്ടാക്കണമെന്ന താല്പര്യമില്ലാത്ത മഹാൻ അല്ലേ? പൊടിക്കച്ചവടം ഇല്ലല്ലോ മുഹമ്മദ് ബിൻ മുൻകദിറിനെ പോലെയുള്ള മഹാന്മാർക്ക്. പുള്ളിമീന്റെ കച്ചവടം ഇല്ലല്ലോ. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, പുതിയ മീൻ ഇറങ്ങിയല്ലോ കാന്തപുരത്തിന്റെ അടുത്ത്, വരയും കുറിയില്ല മീൻ. അത് കണ്ടിട്ടില്ലല്ലേ? കാണിച്ചു തരാം, ക്ലിപ്പിലെ പരിപാടി കാണിച്ചു തരാം. മുടി തൽക്കാലപ്പം ഉണ്ടാൻ വയ്യാത്ത കോലത്തിലായി, പൊടി വേണ്ട മാരിക്കണ്ട ആകണില്ല. ഇനി പുള്ളിമീന, വരയൻ മീന്. ഉസ്താദ് തന്നെ ചോദിക്കേണ്ടതിന്റെ പേരെന്താ? ആരലാണ്. ആരലിനെ കൊടുത്ത ഇനിയിപ്പോ കച്ചവട ബിസിനസിന്റെ സാധ്യതകൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇനി വരും ഇപ്പവും കൊണ്ടുകൊണ്ട്. എന്നാലും കൗമ അല്ലാഹു അക്ബർ ചെല്ലും. പിന്നെന്തും കൊണ്ടുവന്നൂടെ? അതാണ് അല്ലാഹു അക്ബർ. അതെ. അപ്പൊ മുഹമ്മദ് ബിൻ മുൻകദിറിനെ പോലെയുള്ള മഹാന്മാർക്ക് താല്പര്യങ്ങളില്ല, ഭൗതിക നേട്ടങ്ങളോ നോട്ടങ്ങളോ നോക്കാനില്ല. അതുകൊണ്ട് തന്നെ അവർ പേച്ചവാദത്തിന്റെ ആൾക്കാരാകില്ല. ഇത് ലോകത്തോട് പറഞ്ഞ ഇസ്മായിൽ ഇബ്നു യാക്കൂബ് തൈമിയാണ്, അദ്ദേഹത്തിനാണ് അബദ്ധം പറ്റിയത് എന്ന് ലോകത്തുള്ള മഹാന്മാരെ മുഹദ്ദിസുകൾ. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. മീസാൻ ഇഅ്തിദാൽ പോലത്തെ കിതാബിലൊക്കെ ഈ ആശയം പറഞ്ഞിട്ട്, ലിസാനുൽ മീസാൻ ഇബ്നു ഹജറിന്റെ അതിലൊക്കെ ഈ വിഷയം കാണാവുന്നതാണ്. പിന്നെ ഇതുപോലെ പറഞ്ഞപ്പോ പുതിയ രംഗത്ത് കൊണ്ടുവന്ന ഒരു കള്ളക്കഥയാണ് ഏതെന്നോ പലയിടത്തുനിന്നും കേട്ടൊക്കെ നിങ്ങള്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പെങ്കെട്ടാലോചന നടത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് ആരെ അബൂബക്കർ സിദ്ദീഖിന്റെ മോളെ. കഥ ഞാൻ ചെറുതാക്കിയാണ് പറഞ്ഞുതരാം. ഒരു കള്ളക്കഥയാണ്. അബൂബക്കർ സിദ്ദീഖ് ഒരു കല്യാണം കഴിച്ചിരുന്നു, ആയിഷ ബീവിന്റെ ഉമ്മല്ലാത്ത വേറെ ഒരു സ്ത്രീയെ. അപ്പൊ അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന ടൈമിൽ ആ മഹദിയിൽ
ഗർഭിണിയായും കൊണ്ട്, ആ മഹദി ഗർഭിണിയായും കൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. ഈ ഗർഭത്തിലുള്ള ഈ കുഞ്ഞ് പെൺകുട്ടിയായിരിക്കുമെന്ന് അദ്ദേഹം ഒരു ഊഹം പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ആ മഹദി പ്രസവിച്ചു. ആയിഷ ബീവിയെ പിന്നെ ആ കുഞ്ഞിനെ വളർത്തിയെ നോക്കിയതും. ഇനി ഇവിടെ ഒരു ചരിത്രത്തിൽ ഒരു ഡേറ്റ് നിങ്ങൾ ഓർക്കണം. എന്താ? അബൂബക്കർ സിദ്ദീഖ് വഫാത്ത് ആകുന്നത് ഹിജ്റ വർഷം 13-ാമത്തെ കൊല്ലാണ്. ആ കൊല്ലം തന്നെയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതും. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണം ഏറ്റെടുക്കുമ്പം ഈ കുഞ്ഞ് പിറക്കുന്നേ ഉള്ളൂ. ശരിക്കും ശ്രദ്ധിച്ചോളി. ഉമർ ഖത്താബ് എത്ര കൊല്ലാ ഭരണം നടത്തിയത് അറിയോലല്ലേ? ഞാൻ അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാ ചരിത്രവും ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. 10 കൊല്ലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. ഹിജ്റ 23-ാം വർഷം അദ്ദേഹം വഫാത്തായി. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണം തുടങ്ങിയപ്പോ ജനിച്ച ഒരു കുഞ്ഞിനെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം തന്നെ പോയി കല്യാണം ആലോചിച്ച. എന്താ ഉമർ റളിയല്ലാഹു അൻഹു ഡൽഹിയിലെ പീഡനത്തിലെ പ്രതിയെത്തിയ അദ്ദേഹം 8 വയസ്സ് 7 വയസ്സായ കുട്ടിനെ കല്യാണം ആലോചിക്കാൻ. അതാണ് ഈ കള്ളക്കഥയുള്ള മർമ്മം. ഇനി പറയുന്ന ആളവസ്ഥ നോക്കി നിങ്ങൾ. ഈ കള്ളക്കഥ പറയുന്ന ഒരാളുണ്ട്, ഇസ്മായില്. നമ്മളെ മോലിയമാരക്കാരുടെ അവസ്ഥ എന്തെങ്കിലും കേട്ട ദീനിന്റെ സദസ്സിൽ ഇതിന്റെ സത്യാവസ്ഥ നോക്കാതെ എന്റെ സഹോദരന്മാരെ, ഈ നാട്ടിലുള്ള ചെറിയ ടൈമിന്റെ റേഷനിങ് നിങ്ങൾക്ക് അറിയാലല്ലേ? 5 മിനിറ്റ് കൂടി ഉള്ളൂന്ന് പറഞ്ഞു വേഗം തീർത്തോന്നാ. അപ്പൊ 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ല, വിവരണം കേട്ടപ്പോ അവർക്ക് പേടിച്ചത് നീട്ടി പറയോന്ന് ഇല്ല, ചുരുക്കുക. അപ്പൊ നമ്മളെ മൂല്യന്മാർക്ക് അവർക്ക് ഒരു കഥ എവിടെയെങ്കിലും അറബി ബുക്കിലാണ് എഴുതി വെച്ചാൽ മതി. അതിനെതിരെ ഖുർആൻ ഉണ്ടോ? ഖുർആൻ വലിച്ചെറിയ. അതിനെതിരെ സുന്നത്തുണ്ടോ? സുന്നത്ത് വലിച്ചെറിയുക. അതിനെതിരിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ വാക്കോ പ്രവൃത്തിയോ ഇജ്മാഅോടുകൂടി ഉണ്ടോ? അത് വലിച്ചെറിയ. ഈ കള്ളക്കഥ. അപ്പൊ അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ പെൺകുട്ടിയെ ആയിഷ ബീവിന്റെ അടുത്ത് കല്യാണം ആലോചിച്ചു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഹദീസിന്റെ കിതാബില്. അവർ ആയിഷ ബീവിനോട് ചോദിച്ചു, തസവ്വിജീന ഉമർ, ഉമർ കെട്ടിച്ചെടുക്കുക. ഉമറിന്റെ വിദ്വേഷമൊക്കെ നിങ്ങൾക്ക് അറിയില്ല. ഏട്ടത്തിനോട് ജ്യേഷ്ഠത്തിനോട് ആയിഷ ബീവിനോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പരുപരിക്കൻ സ്വഭാവം താത്ത, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, താത്ത ആയിഷ ബീവിനോട് പറയാം, നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ട് 7-8 വയസ്സായ കുട്ടിന്റെ ചോദ്യമാണല്ലോ ഇപ്പൊ ഇതൊക്കെ. എന്റെ സഹോദരന്മാരെ, നമ്മളൊക്കെ ബുദ്ധി എവിടെ? മൂല്യന്മാർക്ക് ഏതായാലും ബുദ്ധി പോലും ഉപയോഗിക്കില്ല. പുതിയ ഖുറാഫാത്തിന്റെ ആൾക്കാർക്ക് ബുദ്ധി ഉപയോഗിക്കാനും പാടില്ല. പക്ഷെ നമ്മൾ മുജാഹിദുകളാണല്ലോ അല്ലെ? ഹല്ലക്കും താഖിലൂൻ അഫലാ തതദബ്ബറൂൻ, ഇതൊക്കെ നമ്മളോട് അള്ളാഹ് ചോദിച്ചുകൊണ്ടിരിക്കണല്ലോ. എന്നിട്ട് കുട്ടി ചോദിക്ക ആയിഷാബിനോട്, ഉമറിനെ കൊണ്ടാ പെണ്ണെ കെട്ടിക്കാൻ പോണ്, 60 വയസ്സായേ. മൂപ്പര് എന്ന് പറഞ്ഞാൽ പരിപരിക്കൻ ജീവിതത്തിന്റെ ആളാണ്, കുറച്ച് വിദ്വേഷമൊക്കെ ഉള്ള ആളാണ്, അതിനെ കൊണ്ട് കെട്ടിക്കാൻ പോണ. അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്താല് അള്ളാഹുന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു പോയിട്ട് അവിടെ വെച്ച് ഞാൻ അട്ടഹസിക്കും എന്ന് ആയിഷാബിനോട് ഈ കുട്ടി പറഞ്ഞു എന്നാ കഥ. കിട്ടിപ്പോയി മൂല്യന്മാർക്ക്. കണ്ടോ, ഈ കുട്ടി വരെ, അതും അബൂബക്കറിന്റെ മോൻ വരെ പോയി അട്ടാസിക്കുന്നു പറഞ്ഞില്ലേ? പിന്നെന്താ നമുക്ക് മരിച്ചവരോട് തേടിക്കൂടേന്നാ. എന്റെ മോലിയാരെ സക്കാഫിയെ ഹസനെ ഈ കഥയെ പറ്റി ആദ്യം നോക്ക്, ഇങ്ങനെ ഉണ്ടോ അല്ലേ എന്നുള്ളത്. ഈ കഥയുടെ വിഷയം അതുപോലെ തന്നെ ഇതിൽ ഈ കഥ പറഞ്ഞ് നോക്കേണ്ട ആൾക്കാർ ഇബ്നു അസാക്കിർ താരിഖ് ദിമഷ്കിലും ഇബ്നു അബ്ദുൽ ബർ ഇസ്തിയാബിലും പറഞ്ഞ കഥയാണിത്. ഈ കഥക്ക് ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. പല രൂപത്തിലും പല കോലത്തിലുമാണ് ഈ കഥ ഉദ്ധരിച്ച് ഇസ്മായിൽ ഇബ്നു ഖാലിദ് വിമർശനത്തിന് വിധേയനാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന് മരിച്ച കഥ നോക്കിങ്ങൾ. അദ്ദേഹം 148 മരിക്കണം, ഹിജ്റ 148. എന്നുവെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന അക്കാലത്ത് മൂപ്പർക്ക് എത്ര ഉണ്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ. ഉമർ റളിയല്ലാഹു അൻഹു 23-ാമത്തെ വയസ്സിൽ, ഹിജ്റ 23-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഈ ഇസ്മായില് വഫാത്താണ് ഹിജ്റ 148. ഹിജ്റ 148. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താണ് ഹിജ്റ 23. അന്നത്തെ സംഭവമാണ് ഇസ്മായില് പിന്നെ പറയണത്. എത്രമാത്രം സത്യസന്ധമായിരിക്കും?
അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരിക്കും? ഒരു 100-150 വയസ്സായിരിക്കും ഇദ്ദേഹത്തിന്. നോക്കി നിങ്ങൾ, കഥയിൽ പിന്നെ ചോദ്യമല്ലല്ലോ, മൗലിയന്മാർക്ക് കഥ കിട്ടിയാൽ മതി. നിർത്തുകയാണ് സഹോദരന്മാരെ. ഇങ്ങനെയാണ്, ഇത്തരം കുറെ കള്ളക്കഥകളുണ്ട്. ബാക്കി സന്ദർഭോചിതമായിട്ട് പറയുക. ഒന്നാമതായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞമായിരിക്ക് നിങ്ങൾക്കൊരു ഭിന്നത വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പണ്ഡിതന്മാര് നമ്മൾ ഒക്കെ പഠിക്കുന്നതാണ്. അള്ളാഹുന്റെ കിതാബിലെ ഖുർആനിലേക്ക് മടങ്ങണം. അതുപോലെ പിന്നെ റസൂലുള്ളാഹിക്ക്, അത് ഇമാം ഷാഫിയുടെ ഉസൂലാണ്, ലോകമഹാന്മാരുടെ ഉസൂലാണ്. അതിനെതിരിൽ ഇത്തരം വാറോലകളും കള്ളക്കഥകളും കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ അതിൻ്റെതൊന്നും നോക്കേണ്ടല്ല, അത് മാറ്റിവെക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കുക, അതിനെ ചെയ്യാനും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംവാദങ്ങൾ തൗഹീദിലേക്ക് ആയിരങ്ങൾക്ക് കടന്നു വരാൻ കാരണമാവുന്നു എന്ന് സ്വന്തം അനുഭവം കൊണ്ട് സമർപ്പിച്ച നസാഫിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ചിന്താമണ്ഡലത്തെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളും കൃത്യമായ ഉത്തരങ്ങളും വർഷങ്ങൾക്ക് ശേഷവും മനസ്സുകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. ഈ അസ്വസ്ഥത മാറ്റാൻ നേരിന്റെ പാതയിലേക്ക് കടന്നു വരികയായിരിക്കും ഫലം. പഠിക്കാൻ തയ്യാറാവുക പ്രിയമുള്ളവരെ. ഇനി